ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്ത 15 ഭീകരരെ പിടികൂടിയതായി ഇസ്രയേൽ പ്രതിരോധ സേന. കമൽ അദ്വാൻ ആശുപത്രിയിൽ നടന്ന റെയ്ഡിലാണ് ഭീകരരെ പിടികൂടിയത്. 240 ഭീകരരെ പിടികൂടിയെന്നും ഇസ്രയേൽ. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകരർ പിടിയിലായവരിൽ ഉൾപ്പെടും. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമൽ അദ്വാൻ ആശുപത്രിയിൽ, അതായത് വടക്കൻ ഗാസയിലെ കമൽ അദ്വാൻ ആശുപത്രിയിൽ നടന്ന തുടർച്ചയായി ഇപ്പോൾ 2-3 ദിവസങ്ങളായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിരീക്ഷണവും പരിശോധനയും റെയ്ഡും നടക്കുകയാണ്. ഈ റെയ്ഡിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 240ഓളം പേരെ കസ്റ്റഡിയിലെടുത്തത്. അതായത് ഭീകര സ്വഭാവത്തോടെ സംഘടിച്ച 240ഓളം പേരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം 2023 ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത 15ഓളം പേർ, അതായത് അന്ന് പങ്കെടുത്ത നേരിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണവുമായി എത്തിയ ഭീകരർ ഉൾപ്പെടെ ഉണ്ട് എന്ന വിവരമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. ഇവരുടെ വിചാരണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതിന്റെ സൂചന കൂടിയാണ് ഈ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 240ഓളം ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് മാധ്യമപ്രവർത്തകരുടെ ഉൾപ്പെടെ വേഷത്തിൽ നിരവധി ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകർ ഗാസയിൽ കടന്നു കയറി എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇത്തരത്തിൽ ഇസ്ലാമിക് ജിഹാദ് ഭീകരർ ഉൾപ്പെടെ ഈ പിടികൂടിയവരുടെ സംഘത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു റീഓർഗനൈസേഷൻ നടത്താനുള്ള ഒരു നീക്കത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേലിന്റെ കടുത്ത നടപടികൾ പുരോഗമിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത്. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഇപ്പോൾ 15 പേരെ കൂടി പിടികൂടിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. ഇതോടെ 240 ഭീകരരെ പിടികൂടിയെന്നും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുന്നു.